നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ വ്യാപകമായിട്ട് പ്രതിഷേധം നടക്കുകയാണ്. സിനിമ നിരോധിക്കണമെന്നും ലാലേട്ടനും പൃഥ്വിരാജുമൊക്കെ ദേശവിരുദ്ധനായിട്ട് കാണുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ സിനിമയിലുള്ള ചില കാര്യങ്ങളെ പറ്റി ഒന്ന് പരാമർശിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ 2002 ഗുജറാത്തിൽ നടന്ന കലാപത്തെക്കുറിച്ച് പറയുന്നു. ഏത് ഗുജറാത്ത് കലാപമാണ്? അതിനെക്കുറിച്ചാണ് നമുക്കിനി പരിശോധിക്കേണ്ടത്. 1000-ഓളം മനുഷ്യരെ കൊന്നു തള്ളിയ 250-ഓളം മുസ്ലിം സ്ത്രീകളെ ഗ്യാങ് റേപ്പ് ചെയ്ത് അത്രത്തോളം തന്നെ കുട്ടികളെയും കൊന്നു തള്ളിയ ഭയങ്കരമായ ഒരു വംശീയ ഹത്യ ഗുജറാത്ത് കലാപം. അതുപോലെ തന്നെ ഹീമ കൗസർ എന്ന് പറയുന്ന നിറഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഗർഭസ്ഥ ശിശുവിനെ വാളുകൊണ്ട് തുരന്നെടുത്തിട്ട് ആ സ്ത്രീയോടൊപ്പം തന്നെ ചുട്ടുകൊന്ന ഗുജറാത്ത് കലാപം. ബിൽക്കിസ് ബാനു എന്ന 5 മാസം ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് തൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ 3 വയസ്സുള്ള മകളെ അടക്കം കുടുംബത്തിലെ 14 പേരെയും ചുട്ടുകൊന്ന ഗുജറാത്ത് കലാപം. 10,000-കണക്കിന് വരുന്ന മുസ്ലിങ്ങൾക്ക് നാട് വിടേണ്ടി വന്ന, ഒരുപാട് ക്രൂരത അഴിച്ചുവിട്ട ഭയങ്കരമായ ഒരു മാനുഷിക പരിഗണന പോലും ഇല്ലാത്ത ഗുജറാത്ത് കലാപം. ദ വീക്ക് എന്ന് പറയുന്ന പത്രത്തിൽ കൂടി റിപ്പോർട്ട് ചെയ്തത് 1700-ഓളം വീടുകൾ കത്തിയിരിക്കപ്പെട്ടു, 2000-ഓളം വരുന്ന കടകളെ മുഴുവനായിട്ടും നശിപ്പിച്ചു, 76-ഓളം വരുന്ന ആരാധനാലയങ്ങൾ മുഴുവനായിട്ടും നശിപ്പിക്കപ്പെട്ട ഗുജറാത്ത് കലാപം. തീർച്ചയായും ഇത് രാജ്യം ഭരിക്കുന്നവർക്ക് അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് വലിയ സൗകര്യം അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ സിനിമയായി. കാരണം മറന്നുപോയ ചോരയുടെ ചരിത്രം ഓർമ്മിപ്പിക്കപ്പെടുകയല്ലേ. അപ്പോൾ എന്തായാലും അസൗകര്യമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. പിന്നീട് മെഡിക്കൽ പ്രൊഫഷണലുകൾ, അതായത് ഡോക്ടർമാരും ഒക്കെയുള്ള ഒരു സംഘം ഗുജറാത്ത് കലാപം നടന്ന സ്ഥലത്ത് വലിയൊരു കുഴിയെടുത്തപ്പോൾ അതിൽ 96-ഓളം ആളുകളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ ശവശരീരം കാണുകയുണ്ടായി. അതിൽ 46 സ്ത്രീകളുടേതാണ്. അതിലേറ്റവും കൂടുതൽ നിർഭാഗ്യകരം അല്ലെങ്കിൽ മനുഷ്യത്വപരമില്ലാതെ പെരുമാറിയ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങൾ മുഴുവനും മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. റീപ്രൊഡക്ഷൻ ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ അവരുടെ ഓരോ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് വാളുകൾ കുത്തിക്കയറ്റിയിട്ട് അരിഞ്ഞു മാറ്റിയിട്ടുണ്ട്. അത്രയ്ക്കും നീചവും നികൃഷ്ടവുമായ ഗുജറാത്ത് കലാപം മാനസികമായി ഉപദ്രവിക്കുകയും സ്വകാര്യ ഭാഗങ്ങളിലേക്ക് വാളുകൾ കുത്തിക്കയറ്റുകയും ചെയ്തിട്ടുണ്ട്. അതൊരു കലാപമല്ല, ഒരു വംശഹത്യയാണ്. ജനോസൈഡ് കൺവെൻഷനിൽ ഒരു പ്രവൃത്തിയെ വംശഹത്യയായി കണക്കാക്കണമെങ്കിൽ 4 കാര്യമുണ്ട്. ആ 4 കാര്യങ്ങളിൽ 4ഉം നടന്ന ഒരു വലിയ കലാപമാണ് ഗുജറാത്ത് കലാപം. ഔട്ട്ലുക്ക് മാഗസിൻ എന്ന് പറയുന്ന ഒരു മാഗസീനുണ്ട്. ആ മാഗസീൻ്റെ റിപ്പോർട്ട് പ്രകാരം മാസങ്ങൾക്ക് മുൻപേ മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് അവരുടെ കടകൾ, വീടുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാം നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കപ്പെട്ടിരുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. ഇതൊക്കെ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത്? ഗുജറാത്ത് കലാപം എന്നത് ഒരു വംശഹത്യയായിട്ട് തന്നെ നമ്മൾ കാണുന്നു. ഈ സമയത്ത് ആ നാട്ടിലുള്ള പോലീസുകാർ, രാഷ്ട്രീയക്കാർ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കലാപം നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ വംശഹത്യ നടത്തുന്നതിന് വേണ്ടി ആയുധം ശേഖരിക്കുന്നതിന് വേണ്ടിയും പോലീസുകാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും തലപ്പത്ത് തന്നെ ഉണ്ടായിരുന്നു. കാരണം ഈ സംഭവം നടക്കുമ്പോൾ, ഈ ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ 3 ദിവസത്തേക്ക് പോലീസുകാർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതവിടെ നടക്കണം എന്നത് ഓരോ രാഷ്ട്രീയക്കാരൻ്റെയും ഓരോ നേതൃസ്ഥാനത്തുണ്ടായിരുന്നവരുടെയും ആഗ്രഹമാണ്. അതവിടെ നടക്കണം. ബാബരി മസ്ജിദ് പൊളിക്കുമ്പോൾ മാറിക്കൊടുത്ത പോലീസുകാരുണ്ടല്ലോ, അവരെക്കാട്ടിലും കഷ്ടമാണ് ഗുജറാത്ത് പോലീസിൻ്റെ കാര്യം. കാരണം ഈ കലാപം നടന്നു കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ ആൾക്കാരെത്തുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ അത് നോക്കി നിന്ന പോലീസുകാരും നേതൃസ്ഥാനത്തുള്ള നേതാക്കന്മാരും ഉണ്ടായിരുന്നു എന്ന് തന്നെ റിപ്പോർട്ടുകളുണ്ട്. ചിലർ ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തു, അതിൽ പങ്കെടുത്തു, സ്ത്രീകളെ റേപ്പ് ചെയ്തു എന്ന് പോലും റിപ്പോർട്ടുകളുണ്ട്. അതൊക്കെ എന്തൊക്കെയായിരുന്നാലും ഗുജറാത്ത് കലാപം അത് ഓർമ്മപ്പെടുത്തുമ്പോൾ ചിലർക്ക് അസ്വസ്ഥതയുണ്ടാകും, ചിലർക്ക് പേടിയുണ്ടാകും. പേടിക്കണം കേട്ടോ. അന്നത്തെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹാരൻ പാണ്ഡ്യ, അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തുറന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. ഒരു ട്രൈബ്യൂണലിന് മുമ്പ്, എനിക്ക് തോന്നുന്നു CCT എന്ന് പറയുന്ന ഒരു ട്രൈബ്യൂണലിന് മുമ്പ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും മൊഴി നൽകാൻ തയ്യാറായതുമാണ്. പക്ഷേ ഇത് എൻക്വയറി കമ്മീഷൻ വരുന്നതിന് മുൻപ് അദ്ദേഹം കൊല്ലപ്പെട്ടു, അല്ലേ? ഗോവയിലുണ്ടായ ട്രെയിൻ തീവെപ്പിന് ശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു പ്രതികാര നടപടികൾ നടക്കുന്നുണ്ട്. പോലീസുകാരും രാഷ്ട്രീയക്കാരും ആരും ഇതിനൊരു തടസ്സം നിൽക്കരുത് എന്ന് മുൻപേ തന്നെ അറിയിക്കേണ്ടവരെ അറിയിച്ചിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുജറാത്ത് കലാപത്തിൽ തന്നെ കൃത്യമായി അറിവുള്ള സഞ്ജീവ് പട്ടേൽ എന്ന IPS പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് ജയിലിലാണ്. കാരണം എന്താ? അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറയുകയും മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതൊക്കെ തേച്ചു മയക്കപ്പെട്ടു. സംഭവം ഇതിനെക്കാട്ടിലും ഒക്കെ രസം, ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരുപാട് നേതാക്കന്മാരുടെ വോയിസ് ക്ലിപ്പ് അടക്കം
പുറത്തു വന്നിട്ടുണ്ട്. അതിലവർ സന്തോഷഭരിതരാണ്. ഇന്നും പരസ്യമായിട്ട് പലരെയും ആക്രമിക്കുന്ന അഥവാ ജയ് ശ്രീറാം വിളിക്കണ എന്ന് പറഞ്ഞ് കഴുത്തിറക്കുന്ന അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്ന ഒരുപാട് വീഡിയോകൾ അവർ തന്നെ ചെയ്തിട്ട് അവർ തന്നെ പുറത്തുവിടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അവർക്കൊന്നും ഒരു പേടിയില്ല. എന്തിനു പേടിക്കണം? ആരെ പേടിക്കണം? ആരെ ഭയക്കണം? ഇന്ന് ഈ വിഷയം ഉണ്ടാകാൻ കാരണം എമ്പുരാനിൽ ബജ്റംഗി എന്ന പേര് പ്രത്യേകമായി പരാമർശിക്കപ്പെട്ടു എന്നതാണ്. കാരണം ഈ പേരിൽ അറിയപ്പെട്ട നേതാക്കന്മാർ എന്ന് ഇതിഹാസ നായകന്മാരാണ്, ഇതിഹാസ നേതാക്കന്മാരാണ്. അവർക്കൊന്നും ഇതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നതാണ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. വർഗീയതയ്ക്കെതിരെ പ്രതിഷേധിക്കേണ്ടത് ഒരു പ്രതികാര കഥയിലൂടെയല്ല. കാരണം അങ്ങനെ പ്രതിഷേധിച്ചിട്ട് ഒരു കാര്യവുമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും ഇടിയും ബഹളവും ഒക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? മനുഷ്യർ മരിക്കുന്നതല്ലാതെ നീതി കിട്ടേണ്ടവർക്ക് യാതൊരു നീതിയും കിട്ടത്തില്ല. അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് കൃത്യമായ നീതി ഒന്നുകിൽ നമ്മുടെ രാജ്യത്ത് തന്നെ കിട്ടണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകുമ്പോൾ അവിടെ നിന്നെങ്കിലും കിട്ടണം. അപ്പോഴാണ് ഇതിന് കൃത്യമായ ഒരു നിയമ നടപടി അല്ലെങ്കിൽ കൃത്യമായ ഒരു നീതി കിട്ടലാവുന്നത്. പക്ഷേ എമ്പുരാൻ എന്ന് പറയുന്ന ഈ സിനിമയിൽ കൃത്യമായി അവർക്കൊരു പ്രതികാര നടപടി കൊടുക്കുകയും അവരെ കൊല്ലുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അതിനോട് നമ്മൾ കൃത്യമായിട്ട് വിയോജിക്കുന്നുണ്ട്. അതൊരു ശരിയായ നടപടിയാണ്. പക്ഷേ എങ്കിലും ചില ആൾക്കാർക്ക് അത് കൊള്ളുന്നുണ്ട് എന്നത് പ്രത്യേകമായ സന്തോഷം എന്ന് തുറന്നു പറയുന്നു. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഗുജറാത്ത് കലാപം ഉണ്ടായത് ചുമ്മാതൊന്നുമല്ലല്ലോ, ഇതിന് തുടക്കം കുറിച്ചൊരു സംഭവമുണ്ടല്ലോ. ശരിയാണ്, തുടക്കം കുറിച്ചൊരു സംഭവമുണ്ട്. എന്താണ് സംഭവം? ബാബരി മസ്ജിദ് പൊളിക്കാൻ പോയിട്ട് ചില ആളുകൾ തിരിച്ചു വന്നു. അവരുടെ പേര് കർസേവകർ എന്നാണ്. ഈ വരുന്ന വഴിയിൽ ഇവർ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലോ പോലീസിൻ്റെ കയ്യിലോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കയ്യിലോ ഗോദ്രയിലുണ്ടായ ട്രെയിൻ തീപിടുത്തത്തിൽ ഒരു പ്രത്യേക കൂട്ടരുടെ യാതൊരു പങ്കുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതിനുള്ള ഒരു തെളിവും അവരുടെ കൈകളിലില്ല. ഇനി അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചു, ഇനി ട്രെയിൻ തീ വെച്ചതാണെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. അതിന് പകരം ചെയ്യേണ്ടത് ഒരു സമൂഹത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുകയാണ്. ഇവിടെ നീതിയുണ്ട്, നിയമമുണ്ട്, കൃത്യമായ നിയമ നടപടികളുണ്ട്. അത് പാലിക്കുക എന്നതാണ് ഓരോ രാഷ്ട്രീയക്കാരൻ്റെയും ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് കുടിവസിക്കുന്ന ഓരോ പൗരൻ്റെയും കടമ. അല്ലാതെ ഒരു സമൂഹത്തെ ഒന്നടങ്കം ഇല്ലാതാക്കി അവരെ ഒന്നടങ്കം വംശഹത്യയിൽപ്പെടുത്തുകയും ആ സമൂഹത്തെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് ശരിയായൊരു നടപടിയാണ്? ഒരിക്കലുമല്ല. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് എന്നും മതേതരത്വം ഉണ്ടാകണം. തീർച്ചയായും മനുഷ്യരെ കൊല്ലുന്നതോ ആക്രമിക്കുന്നതോ യാതൊരു തരത്തിലും യോജിക്കാൻ കഴിയുന്നതല്ല. തിരിച്ചായാലും മറിച്ചായാലും എങ്ങനെ നോക്കിയാലും ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നതുമല്ല. അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും മനുഷ്യനെ മനുഷ്യനായി കണ്ടിട്ട് ഓരോ മനുഷ്യനെയും മനുഷ്യനായി സ്നേഹിക്കാനുമുള്ള മനസ്സാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഓരോ രാഷ്ട്രീയക്കാരൻ്റെയും ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി നാം ഓരോരുത്തരും ഇങ്ങനെയുള്ള പ്രതിഷേധത്തിൽ പങ്കെടുക്കേണ്ടത് കടമയാണ്. ഇത്തരം പ്രതിഷേധങ്ങൾ നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടാണ്. അങ്ങനെ പ്രതിഷേധങ്ങൾ ചെയ്യുന്നവരെ നാളെ രാജ്യദ്രോഹികളായിട്ടും മോഹൻലാലിൻ്റെ ലഫ്റ്റനന്റ് കേണൽ പദവി എടുത്തു കളഞ്ഞിട്ടും അല്ലെങ്കിൽ പൃഥ്വിരാജിനെ അധോലോക മാഫിയ സംഘത്തിൽ ഉൾപ്പെടുത്തി ഇല്ലാതാക്കുകയും ചെയ്യുകയല്ല ചെയ്യേണ്ടത്. കൃത്യമായി ഇത്തരം പ്രതിഷേധങ്ങളെ സ്വാഗതം ചെയ്യുകയും അതിന് കൃത്യമായി മറുപടി നൽകുകയുമാണ് ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും ചെയ്യേണ്ടത്. തുടച്ചു നീക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ ഒരു നാൾ നിങ്ങൾ ഓരോരുത്തരും ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും.